സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സ് സമരത്തിന് ബദൽ സമരവുമായി CITU. കേന്ദ്ര അവഗണന ഉയർത്തി കോഴിക്കോടും കണ്ണൂരും ആലപ്പുഴയിലും CITUവിന്റെ പ്രതിഷേധം നടന്നു. നാളെ തിരുവനന്തപുരം AG's ഓഫീസിന് മുന്നിൽ സമരം നടത്താനാണ് CITU ആഹ്വാനം. അതിനിടെ ചിറയൻകീഴിൽ ആശാ വർക്കേഴ്സിനെ CITU നേതാക്കൾ വീട് കയറി ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ സമരം 18ാം ദിവസത്തിലേക്ക് കടന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം അതിശക്തമായി മുന്നോട്ടു പോകുമ്പോഴാണ് ബദൽ സമരവുമായി CITU രംഗത്തെത്തുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെയല്ല, കേന്ദ്ര സർക്കാരിനെതിരെയാണ് സമരം നടത്തേണ്ടതെന്നാണ് CITU നിലപാട്. കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം CITUവിന്റെ സമരത്തിന് പിന്നിലുണ്ട്. കോഴിക്കോടും കണ്ണൂരും ആലപ്പുഴയിലുമാണ് ബദൽ സമരം തുടങ്ങിയത്. തിരുവനന്തപുരത്ത് AG's ഓഫീസിന് മുന്നിൽ നാളെ സമരം തുടങ്ങാനും CITU ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിനിടെ തിരുവനന്തപുരം ചിറയൻകീഴിൽ ആശാ വർക്കേഴ്സിനെ വീട് കയറി ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി. സമരത്തിന് പോയാൽ ജോലി ഇല്ലാതാക്കുമെന്നാണ് CITU പ്രാദേശിക നേതാവിന്റെ ഭീഷണി. ഈ ഭീഷണി സംസ്ഥാന തലത്തിലുണ്ട്. ഞങ്ങളെ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആശാ വർക്കർമാർ. കാരണം വീടുകൾ കയറി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആരും സമരത്തിന് പോകാൻ പാടില്ല, തിരിച്ച് ജോലിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ ജോലി കളയും, ഇതാണ് അവർ പറയുന്നത്. CITU നേതാക്കൾ ആശമാരെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം നിഷേധിച്ച് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഞാൻ CITUവിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റാണല്ലോ, ആ ആരോപണം ഞാൻ നിഷേധിക്കാം. CITUവിന് അങ്ങനെ ഒരു നിലപാടില്ല. അത് വെറുതെ ഉന്നയിക്കുന്ന ഒരു ആരോപണം മാത്രമേ അതിനെ കാണാൻ കഴിയൂ. അതിനിടെ ആശാ വർക്കേഴ്സിന്റെ സമരത്തെ പിന്തുണച്ച് എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും രംഗത്തെത്തി. സമരം ചെയ്യുന്നവരെ അധിക്ഷേപിക്കാനും സമരത്തെ അടിച്ചമർത്താനുമുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് സാംസ്കാരിക പ്രവർത്തകർ വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിൽ തുടരുന്ന സമരം നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുന്നതോടെ ഒന്നുകൂടി ശക്തമാക്കാനാണ് തീരുമാനം. നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന മാർച്ച് 3-ന് സമരം നടത്തുമെന്ന് സമരസമിതി നേതാക്കൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 കോഴിക്കോട്.